തിരുവനന്തപുരം കൊടുങ്ങാനൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചു വരികയാണ്. ഒരു ഭാഗത്ത് പ്രചാരണ രംഗത്ത് മുന്നണികൾ ശക്തം, കവലകളിലാകട്ടെ തെരഞ്ഞെടുപ്പ് ചർച്ചകളും സജീവമാണ്. കളിസ്ഥലം നൽകുന്നവർക്കെ വോട്ട് നൽകുമെന്നാണ് കൊടുങ്ങാനൂരുകാരുടെ ഡിമാൻഡ്. കാണാം കൊടുങ്ങാനൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവോട്ട് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജസ്റ്റ് എ മിനിറ്റിൽ അനീഷ പവർ വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം. ആര് വീഴും ആര് വാഴും. തിരുവനന്തപുരത്ത് ത്രികോണ മത്സരം. ചേട്ടാ, ഈ തെരഞ്ഞെടുപ്പ് വൈബ് എവിടെയാ? നമ്മളെ നാട്ടിൽ ആര് തോക്കും ആര് ജയിക്കും ആർക്കും പറയാം പറ്റും. പ്രചാരണം ഒന്നോടെ എല്ലാവരും ഒരേപോലെ നിൽക്കുന്നു. നേതാക്കന്മാർ വരുന്നു, വിളിക്കുന്നു, സംസാരിക്കുന്നു, പോകുന്നു. ഇലക്ഷൻ കഴിയുമ്പോൾ ആരും കാണൂല. മൂന്നുപേരും ജയിക്കുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. എന്തായാലും ഒരാളെ ജയിക്കുള്ളൂ എന്നുള്ളത് നമുക്കറിയാം, പൊതുജനത്തിന് അറിയാം. 10 വർഷമായിട്ട് BJP-യുടെ ഭരണമാണ്. അതിന് മുമ്പിൽ ജയിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. LDF ജയിക്കാനാണ് ചാൻസ്. അടുത്ത മത്സരമാണ് അത് BJP-ക്ക്. സ്ഥാനാർത്ഥികളുടെ ബോർഡൊക്കെ കാണുന്നുണ്ട്. സുഗുവണ്ണൻ സെറ്റാക്കുന്നൊക്കെ. എന്താ സംഭവം? ആരായി സുഗുവണ്ണൻ? ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പുള്ളിക്കാരൻ വന്നെല്ലാം സെറ്റാവും. ഈ പ്രാവശ്യം രാധാകൃഷ്ണൻ ജയിക്കും. അപ്പൊ ഈ സുഗുവണ്ണൻ സെറ്റാക്കുന്നുള്ള ബോർഡൊക്കെ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയാൻ അത്ര തന്നെ, വേറെ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ രാഷ്ട്രീയത്തിലൊന്നും ഇടപെടാറില്ല, എനിക്കിഷ്ടമില്ല. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഏത് പാർട്ടിയാണ് ജയിക്കുന്നത് അവർ നമുക്ക് ഗ്രൗണ്ട് ഒപ്പിച്ച് തരുമെങ്കിൽ നമുക്ക് അവരുടെ കൂടെ നിൽക്കും. വോട്ട് വേണോ എന്നാ ഞങ്ങൾക്ക് കളിസ്ഥലം വേണം. എന്താ സംഭവം? ഗ്രൗണ്ടില്ലാത്തതുകൊണ്ട് ഇവിടെ ടർഫ് ബുക്ക് ചെയ്താണ് കളിക്കണം. അപ്പം ഗ്രൗണ്ട് കിട്ടുന്നവർക്ക് വോട്ട് ചെയ്യാം. അത് ഉറച്ച തീരുമാനമാണ്. ജയിച്ചു വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഏതൊക്കെയാണ് രീതിയിലുള്ള ആളുകളെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ട്. ഇപ്പൊ എല്ലാവരും നല്ല ശക്തമായിട്ട് തന്നെയാണ് ഓരോ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതും പ്രചരിക്കുന്നതും. ഈ കലിംഗിൽ നിന്ന് പോയിട്ട് ഒരു കറക്കം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്. കൊടുങ്ങാനൂരുകാരുടെ പൾസ് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം സനിസ ശോഭാ ചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.